ലാബ് 18 ഫങ്ഷൻസ്. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1 പ്ലസ് 3x മൈനസ് എക്സ് ക്യൂബ് ആൻഡ് സേ വെദർ ഇറ്റ് ഈസ് 1 to 1 ഓർ ഓൺ ടു. റൈറ്റ് ദ റീസൺ. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നോക്കിക്കൊണ്ട് ഇത് 1 1 ആണോ ഓൺ ടു ആണോ അതിൻ്റെ റീസൺ കൂടി പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിയോജിബ്ര വിൻഡോ എടുക്കുന്നു. അവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ ഇൻപുട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1 പ്ലസ് 3x മൈനസ് എക്സ് ക്യൂബ് എന്ന് നമ്മൾ കൊടുക്കുന്നു. നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു 1 1 ഫംഗ്ഷൻ അല്ല. കാരണം നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു y വിലയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ എക്സ് വാല്യൂസ് ഉണ്ട്. ഡിഫറൻറ്റ് എക്സ് വാല്യൂസിന് സെയിം y വാല്യൂ വരാനായിട്ട് പാടില്ല. അങ്ങനെയെങ്കിൽ അത് 1 1 അല്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇത് 1 1 ഫംഗ്ഷൻ അല്ല എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ y ആക്സിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഈ ഗ്രാഫിനെ 3 സ്ഥലങ്ങളിൽ വരെ കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് 1 1 അല്ല. പക്ഷേ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. കാരണം ഇത് ആറിൽ നിന്നും ആറിലേക്കാണ്. ഇതിൻ്റെ കോഡൊമൈൻ ആറാണ്. കോഡൊമൈനും റേഞ്ചും ഇവിടെ സെയിം ആണ്. ഈ ഗ്രാഫ് അതിൻ്റെ വില -∞ മുതൽ +∞ വരെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫിനെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതൊരു 1 1 ഫംഗ്ഷൻ അല്ല, ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ റീസൺ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. ദ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ ദ ഡൊമൈൻ പോസസ് ദ സെയിം ഇമേജ് ഓർ എ ഹൊറിസോണ്ടൽ ലൈൻ ടച്ചസ് ദ ഗ്രാഫ് മോർ ദാൻ 1 point. The function is on to as the horizontal line meets the graph at least 1 point. That is, every element in the codomain possesses a pre-image. കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു x² മൈനസ് 6x പ്ലസ് 5. നമ്മളോട് വേറൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഫംഗ്ഷൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² മൈനസ് 6x പ്ലസ് 5 എന്നാണ്. നമ്മളത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എ ആയിട്ട് ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇതിൻ്റെ റേഞ്ച് പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്നത് y വിലകളാണ്. അതായത് y വിലകൾ ഇവിടെ -4 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -4 ഇൻഫിനിറ്റി. ഒരു ഗ്രാഫിൽ കൂടി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന y വിലകളാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതിവിടെ -4 മുതൽ ഇൻഫിനിറ്റി വരെ ആണ്. വീണ്ടും ഇവിടെ ബി ക്വസ്റ്റ്യൻ, റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. അതായത് ഇതൊരു 1 1 ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇത് 1 1 അല്ല ഓൺ ടും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് 1 1 അല്ല. അപ്പോൾ ഇതൊരു 1 1 ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇതിൻ്റെ ഡൊമൈൻ ആറായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കുഴപ്പം. ഇതൊരു 1 1 ഫംഗ്ഷൻ ആകണമെങ്കിൽ ഈ ഗ്രാഫിനെ നമ്മൾ കൃത്യം സെൻറ്ററിൽ വെച്ചങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം വരുന്ന എക്സ് വിലകൾ എടുത്താൽ മതി. അതായത് 3 എന്ന് പറയുന്ന ആ വാല്യൂ മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ എക്സ് ആക്സിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും ഭാഗത്ത് ഈ ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷനാണ്. അപ്പോൾ ഇതൊരു 1 1 ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇതിൻ്റെ ഡൊമൈൻ ആർ എന്നത് മാറ്റി ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 3 ഇൻഫിനിറ്റി എന്നെടുത്താൽ മതി. അല്ലെങ്കിൽ -∞ to 3 എന്ന രീതിയിൽ എടുത്താലും മതി. അതുപോലെ തന്നെ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. കാരണം -4ലും ചെറിയ വിലകൾക്കൊന്നും പ്രീ ഇമേജ് ഇല്ല. ഇതിൻ്റെ y വില തുടങ്ങുന്നത് -4ലാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കോഡൊമൈൻ 6 എന്നത് മാറ്റി -4 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എടുക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -4 ഇൻഫിനിറ്റി എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ഓൺ ടുവും ആകും. അപ്പോൾ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇതുപോലെ ഡൊമൈനും കോഡൊമൈനും നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ മതി. ഡൊമൈനും കോഡൊമൈനും 6 എന്നത് മാറ്റി ഡൊമൈനെ 3 to ഇൻഫിനിറ്റി എന്നും കോഡൊമൈനെ -4 to ഇൻഫിനിറ്റി എന്നും എടുക്കുകയാണെങ്കിൽ ഇതൊരു 1 1 ഓൺ ടുമായിട്ടുള്ള ഫംഗ്ഷനായിട്ട് മാറും.
അതായത് ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറും. സി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. എക്സാമ്പിൾ, for the input command, if the restricted domain of f of x is 3 infinity, give the input command f, x greater than or equal to 3. നമ്മളിപ്പോൾ പറഞ്ഞ ഈ റെസ്ട്രിക്റ്റഡ് ഡൊമൈനിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഡൊമൈൻ 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസാണ്. അപ്പോൾ ആ ഒരു ഗ്രാഫ്, അവിടുത്തെ മാത്രം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് കമാൻഡാണ് അവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഡൊമൈനിൽ മാത്രം വരുന്ന ഗ്രാഫിൻ്റെ ഭാഗം, ആ ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത് ആ ഒരു ഭാഗത്തെ മാത്രം ഗ്രാഫാണ്. മൂന്നാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 sec 2x. ഓപ്പൺ എ ജിയോജിബ്ര വിൻഡോ ആൻഡ് മേക്ക് ആൻ ഇനീഷ്യൽ സെറ്റിംഗ്സ് ആസ് ഫോളോസ്. റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഗ്രാഫിക്സ് വ്യൂ, ഗ്രാഫിക്സ്, എക്സ് ആക്സിസ്, ഡിസ്റ്റൻസ്, എൻ്റർ π/4. ആദ്യമേ തന്നെ ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ എടുത്ത് അവിടെ ഈ ഒരു ഇനീഷ്യൽ സെറ്റിങ്സ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിക്സ് വ്യൂവിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രാഫിക്സ് എന്നത് എടുക്കുന്നു. നമുക്ക് റൈറ്റ് സൈഡിലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അവിടെ എക്സ് ആക്സസ് എന്നുള്ള ടാബ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കീഴെ ഡിസ്റ്റൻസ് എന്നുള്ള ചെക്ക് ബോക്സിൽ നമ്മളൊരു ടിക്ക് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ വരുന്ന താഴേക്കുള്ള ആ ഡ്രോപ്പ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് π/2 എന്ന് കിടപ്പുണ്ട്. ആ π/2 എന്നത് മാറ്റി π/4 എന്നാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ് ആക്സസിൽ π/4ൻ്റെ ടേമിൽ അവിടെ വാല്യൂസ് മാർക്ക് ചെയ്ത് നമുക്ക് കിട്ടും. π/4 എന്ന് നമുക്ക് അവിടെ π/2 2 മാറ്റി 4 എന്നാക്കാം, അല്ലെങ്കിൽ pi/4 എന്ന് അടിച്ചു കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമുക്ക് എക്സ് ആക്സ് π/4ൻ്റെ ടേമിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ എബോവ് ഫംഗ്ഷൻ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. മേളിൽ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഇസ് 4 sec 2x ഗ്രാഫ് വരച്ച് അതിൻ്റെ റേഞ്ച് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഇൻപുട്ട് ബാറിൽ അടിച്ചു കൊടുക്കുന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 sec ബ്രാക്കറ്റിൽ 2x എൻ്റർ അടിക്കുന്നു. ഇവിടെ നമുക്ക് 4 sec 2x എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ റേഞ്ച് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതിൻ്റെ y വിലകൾ -4 മുതൽ 4 വരെ വരുന്നില്ല, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ ടു -4 യൂണിയൻ 4 to ∞ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -4 4, അതായത് എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്, പക്ഷേ -4 മുതൽ 4 വരെയുള്ള വാല്യൂസ് ഇല്ല എന്നുള്ള രീതിയിൽ ആറിൽ നിന്നും ഓപ്പൺ ഇൻ്റർവൽ -4 4 മാറ്റണം എന്നുള്ള രീതിയിലും നമുക്കിവിടെ ഇതിൻ്റെ റേഞ്ച് എടുക്കാം. മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ, റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു 1 1 on 2 ഫംഗ്ഷൻ അല്ല, ഇത് 1 1 അല്ല, on 2 അല്ല. അങ്ങനെയെങ്കിൽ ഇതൊരു 1 1 on 2 ഫംഗ്ഷൻ ആകാൻ പാകത്തിന് ഇതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റീഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം y വിലകൾ 4 മുതൽ ഇൻഫിനിറ്റി വരെയും അതുപോലെ തന്നെ -∞ മുതൽ -4 വരെയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസിൽ 0 മുതൽ π/2 വരെയുള്ള വാല്യൂസ് എടുത്താൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സ് ആക്സിൽ 0 മുതൽ π/2 വരെയുള്ള ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂസ് അത് പോസിറ്റീവ് സൈഡിലും y ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതോട് ഒപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, π/4 എന്ന് പറയുന്ന സ്ഥലത്ത് വാല്യൂസ് ഒന്നും നമുക്ക് ഫംഗ്ഷന് കിട്ടുന്നില്ല. അതായത് ഇതിൻ്റെ ഡൊമൈനകത്ത് π/4 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാകാനും പാടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് 1 1 ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന ആ ഒരു ഭാഗം എക്സ് ആക്സിലെ 0 മുതൽ π/2 വരെയുള്ള ഭാഗം, പക്ഷേ π/4 നമ്മൾ ഒഴിവാക്കുകയും വേണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ
ഡൊമെയിനായിട്ട് നമുക്ക് എടുക്കാം ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 π/2 -π/4. അതുപോലെ തന്നെ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആകണമെങ്കിൽ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയിരിക്കണം. റേഞ്ച് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു R മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -4 ആണ്. അതായത് പ്രീ ഇമേജസ് ഇല്ലാത്ത വിലകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ടൂവും ആകും. അപ്പോൾ ഈ രീതിയിൽ ഈ ഫംഗ്ഷനെ നമുക്ക് 1 1ഉം ഓൺ ടൂവും ആക്കാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ സി, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ. Example, for the input command, if the restricted domain of f of x is open interval -π/2 -0, give the input command f, -π/2 less than x less than π. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവെൽ 0 π/2 -π/4 എന്നാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊരു എക്സാമ്പിളിൽ കൂടി ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് f, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2 എന്നാണ്. നമ്മളിവിടെ ഇൻപുട്ട് ബാറിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. f, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2 pi/2 π/2 എന്ന് നമുക്ക് അങ്ങനെ കൊടുക്കാം. എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു വയലറ്റ് കളറിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ ആ ഗ്രാഫിൻ്റെ ഭാഗം. അതായത് ഇത് 1 1 ആകാൻ പാകത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന ഡൊമെയിനിലെ ഗ്രാഫാണ് നമ്മൾ ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്നത്. ഇങ്ങനെയാണ് ഈ ലാബിൻ്റെ ആൻസറുകൾ നമ്മൾ എഴുതേണ്ടത്.